മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാം. ഈ ക്വസ്റ്റ്യനിൽ 3 വെസൽസ് ആണ്. ഒരു സ്മോൾ വെസൽ ഉണ്ട്, ഒരു ബിഗ് വെസൽ ഉണ്ട്, ഒരു ബക്കറ്റ് ഉണ്ട്. നമ്മൾ ഈ ബക്കറ്റ് നിറയ്ക്കാൻ പോയി. സ്മോൾ വെസലിലും ബിഗ് വെസലിലും കൂടി വെള്ളം എടുത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് ഈ ബക്കറ്റ് നിറയ്ക്കാൻ പോവുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, when a small vessel was filled and emptied 5 times and a big one 2 times into a bucket, it contains 20 liters. എന്ന് വെച്ചാൽ എന്താ, നമ്മള് സ്മോൾ വെസലില് എത്രയാ 5 തവണ വെള്ളം ഫില്ല് ചെയ്ത് അതിനകത്തോട്ട് ഒഴിച്ചു. ഫിൽഡ് ആൻഡ് എംപ്റ്റീഡ്, അതായത് 5 തവണ വെള്ളം എടുത്ത് അതിനകത്തോട്ട് ഒഴിച്ചു. അതുപോലെ തന്നെ ബിഗ് വൺ 2 ടൈംസ്, ഈ ബിഗ് വെസൽ കൊണ്ട് എത്ര തവണ എടുത്തത്, 2 തവണ വെള്ളം നിറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു. അപ്പൊ ബക്കറ്റിനകത്ത് എത്ര ലിറ്റർ ഉണ്ടെന്നാ പറഞ്ഞത്, 20 ലിറ്റർ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? when a small vessel was filled and emptied 5 times, അതായത് സ്മോൾ വെസല് 5 തവണ നിറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു. അതുപോലെ തന്നെ ബിഗ് വെസലില് 2 തവണ വെള്ളം എടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു. അപ്പൊ ബക്കറ്റിനകത്ത് എത്ര ലിറ്റർ വെള്ളം ആയെന്നാ പറഞ്ഞത്, 20 ലിറ്റേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. Instead, this was done twice with the small and thrice with the big. It contained only 19 liter. ഇതിന് പകരം ഈ ചെറിയ വെസൽ കൊണ്ട് എത്ര തവണ ഒഴിച്ചു, 2 തവണ വെള്ളം കോരി അതിനകത്തോട്ട് ബക്കറ്റിനകത്തോട്ട് ഒഴിച്ചു. ബിഗ് വെസൽ കൊണ്ട് എത്രയാ, 3 തവണ, ത്രൈസ് 3 തവണ ഒഴിച്ചപ്പോൾ എത്ര ലിറ്റർ വെള്ളമായി, 19 ലിറ്റർ വെള്ളമായി. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ, ഹൗ മച്ച് ഈച്ച് വെസൽ ഹോൾഡ്, ഈ വെസലിന്റെയും കപ്പാസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ചെറിയ വെസൽ കൊണ്ട് 5 തവണ വെള്ളം ഒഴിച്ചു, വലിയ വെസൽ കൊണ്ട് 2 തവണ വെള്ളം ഒഴിച്ചു. അപ്പൊ കിട്ടിയത് 20 ലിറ്റർ ആണ് ഈ ബക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് സ്മോൾ വെസൽ കൊണ്ട് 2 തവണയും ബിഗ് വെസൽ കൊണ്ട് 2 തവണയും വെള്ളം കോരി ഒഴിച്ചപ്പോ ആ ബക്കറ്റിൽ എത്ര ലിറ്റർ ആയി, 19 ലിറ്റർ ആയി. അങ്ങനെയാണെങ്കിൽ ഈ വെസലിന്റെയും കപ്പാസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ കപ്പാസിറ്റി ഓഫ് സ്മോൾ വെസൽ നമ്മൾ എക്സ് ആക്കിയും കപ്പാസിറ്റി ഓഫ് ലാർജ് വെസലിന് നമ്മൾ വൈ ആക്കി. അതായത് ഇത് എക്സും ഇത് വൈയും. ഇതിന്റെ കപ്പാസിറ്റി എക്സ്, ഇതിന്റെ കപ്പാസിറ്റി വൈ. ഇനി നമുക്ക് ഈ ഒരു ഡേറ്റയിൽ നിന്ന് നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്തെടുക്കണം. ഓക്കെ, സ്മോൾ വെസൽ 5 തവണയല്ലേ, അപ്പോ 5x പ്ലസ് ബിഗ് വെസൽ എത്രയാ, 2y ഈക്വൽ ടു 20 ലിറ്റർ ആയി. അത് ഇക്വേഷൻ നമ്പർ 1. ആൻഡ് പിന്നെന്താ തന്നേക്കുന്നത്, 2x 2 തവണ സ്മോൾ വെസൽ 2x പ്ലസ് 3y അല്ലെ, 3y ഈക്വൽ ടു 19, ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം, സോൾവ് ചെയ്തെടുക്കണം. കോഎഫിഷ്യന്റ് ഈക്വൽ അല്ല, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താലൊന്നും ഈക്വൽ ആക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒന്നാമത്തെ ഇക്വേഷനെ മൊത്തത്തില് രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോൾവ് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ആദ്യം വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ട് പഠിക്കുക. ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന എങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷനിലെ എക്സിലെ കോഎഫിഷ്യന്റ് ആയ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക മൊത്തത്തിൽ. ഇനി എന്ത് ചെയ്യുക, ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്യാം. 5 2s are 10x പ്ലസ് 2 2s are 4y ഈക്വൽ ടു 40. അടുത്ത ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാലോ. 2 into 5 10x പ്ലസ് 15y ഈക്വൽ ടു 95 എന്ന് കിട്ടി. 19 into 5 95 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനെയാണ് സോൾവ് ചെയ്യേണ്ടത്. സൈൻ മാറ്റാലോ. സൈൻ മാറ്റുമ്പോ പ്ലസ് എക്സ് 10xും മൈനസ് 10xും ക്യാൻസൽ ആയി പോയി. ബാക്കി ഇവിടെ എന്താ, 4y മൈനസ് 15y ഈസ് ഈക്വൽ ടു 40 മൈനസ് 95 എന്ന് കിട്ടി. അതായത് മൈനസ് 11y ഈസ് ഈക്വൽ ടു മൈനസ് 55 എന്ന് കിട്ടി. ഇതൊക്കെ എങ്ങനെയാ വരുന്നത് ആദ്യത്തെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടേ. അപ്പോൾ y ഈസ് ഈക്വൽ ടു മൈനസ് 55 ഡിവൈഡഡ് ബൈ മൈനസ് 11 ഇപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു മൈനസ് 11 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ മൈനസ് 11. മൈനസും മൈനസും കൂടി പോസിറ്റീവ് ആകും. അപ്പോൾ വൈയുടെ വാല്യൂ 5 എന്ന് കിട്ടി. സോ കപ്പാസിറ്റി ഓഫ് ബിഗ് വെസൽ എത്രയാ, 5 ലിറ്റർ. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ, ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 5x പ്ലസ് 2y ഈക്വൽ ടു 20. അപ്പോൾ 5x പ്ലസ് 2 into 5 equal to 20.
5x plus 5 2s are 10 is equal to 20. അപ്പോൾ 5x എന്ന് പറയുന്നത് എത്രയാ? 20 minus 10 is equal to 10. അപ്പോൾ x എന്ന് പറയുന്നത് എത്രയാണ്? 10 divided by 5 equal to 2 എന്ന് കിട്ടി. അപ്പോൾ കപ്പാസിറ്റി ഓഫ് ലാസ്റ്റ് എടുത്ത് എഴുതണം. എന്താ? കപ്പാസിറ്റി ഓഫ് സ്മോൾ വെസൽ ഈസ് ഈക്വൽ ടു 2 ലിറ്റർ ആൻഡ് കപ്പാസിറ്റി ഓഫ് ബിഗ് വെസൽ എത്രയാ? 5 ലിറ്റർ എന്ന് എടുത്തെഴുതുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ കാണുക. പിന്നെയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെഷനിൽ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ് ഓഫ് 2 kilograms of orange and 3 kilograms of apple is 520 rupees. 2 കിലോഗ്രാം ഓറഞ്ചിന്റെയും 3 കിലോഗ്രാം ആപ്പിളിന്റെയും കൂടെ ഉള്ള വില എത്രയാ? 520 ആണ്. ആൻഡ് പ്രൈസ് ഓഫ് 3 kilogram orange and 2 kilogram apple is 480. 3 കിലോഗ്രാം ഓറഞ്ചിന്റെയും 2 കിലോഗ്രാം ആപ്പിളിന്റെയും കൂടെ ഉള്ള വില എത്രയാണ്? 480 rupees. അങ്ങനെയാണെങ്കിൽ ഓരോന്നിന്റെയും പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രൈസ് ഓഫ് ഓറഞ്ചിന് നമ്മൾ എക്സ് ആയിട്ടും പ്രൈസ് ഓഫ് ആപ്പിളിന് നമ്മൾ വൈ ആയിട്ടും എടുക്കും. ഈസി ആയിട്ട് ഇക്വേഷൻസ് ഫോം ചെയ്തെടുക്കാലോ. 2 കിലോഗ്രാം ഓറഞ്ചിന്റെയും 2x പ്ലസ് 3 കിലോഗ്രാം ആപ്പിളിന്റെയും കൂടിയുള്ള വില, അതായത് 3 + 3y is equal to 520. ഒരു ഇക്വേഷൻ കിട്ടി. ആൻഡ് 3 കിലോഗ്രാം ഓറഞ്ചിന്റെയും 2 കിലോഗ്രാം ആപ്പിളിന്റെയും വില 480 എന്ന് കിട്ടി. അത് ഇക്വേഷൻ നമ്പർ 2. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ രണ്ടിന്റെയും കോഎഫിഷ്യന്റ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനെ ഇൻറ്റു 3, ഈ 3 കൊണ്ട് ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഈ 2 കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനെ മൊത്തത്തിലും മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ റീറൈറ്റ് ചെയ്യുക. 2 3s are 6x plus 3 3s are 9y is equal to 520 into 3. ഓക്കെ, അടുത്ത ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 3. ഇനി അടുത്തത് 3 2s are 6x plus 2 2s are 4y equal to 480 into 2, 960. അതായത് അത് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ചേഞ്ച് ചെയ്യാം. ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചാണ്. ഇനി പ്ലസ് എക്സും പ്ലസ് 6x മൈനസ് 6x ക്യാൻസൽ ആകും. അപ്പോൾ 9y മൈനസ് 4y ആവും ഇവിടെ ബാക്കി. 9y മൈനസ് 4y ഈക്വൽ ടു 1560 മൈനസ് 960 എന്ന് വരും. 9y മൈനസ് 4y എന്ന് പറയുന്നത് 5y is equal to, ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 600 എന്ന് കിട്ടി. സോ y is equal to 600 divided by 5 is equal to 120 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. അല്ല, ഫസ്റ്റ് നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി. അതായത് പ്രൈസ് ഓഫ് ആപ്പിൾ എത്രയെന്ന് കിട്ടി? ₹120 എന്ന് കിട്ടി. ഇനി അടുത്ത് എന്ത് ചെയ്യണം? പ്രൈസ് ഓഫ് ഓറഞ്ച് കണ്ടുപിടിക്കണ്ടേ? അപ്പോ 2x plus 3y is equal to 520 എന്നറിയാം. 2x plus 3 into 120 is equal to 520. അതായത് 2x plus 360 is equal to 520. 2x എന്ന് പറയുന്നത് 520 minus 360. അതായത് 2x is equal to 160. x is equal to 160 divided by 2 is equal to 80 എന്നും കിട്ടി. സോ എക്സിന്റെ വാല്യൂ, അതായത് പ്രൈസ് ഓഫ് ഓറഞ്ച് എന്ന് പറയുന്ന ₹80യും പ്രൈസ് ഓഫ് ആപ്പിൾ എന്ന് പറയുന്നത് rupees എത്രയാ? 120. പ്രൈസ് ഓഫ് ഓറഞ്ച് is equal to ₹80 and price of apple equal to ₹120. മനസ്സിലായല്ലോ എങ്ങനെ ചെയ്തേന്ന്? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷെ വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കണം. ഈ പ്രോബ്ലം ചെയ്തിട്ട് മറ്റേത് കുറച്ച് കമ്പയർ ചെയ്ത് നോക്കണം. വ്യത്യാസമുണ്ട്. എ വയർ 1 meter ലോങ് ഈസ് കട്ട് ഇൻടു 2 pieces. അതായത് 1 meter ലെങ്ത് ഉള്ള ഒരു വയർ 2 പീസാക്കി കട്ട് ചെയ്തേക്കാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? വൺ ഓഫ് വിച്ച് ഈസ് ബെൻഡ് ഇൻടു എ സ്ക്വയർ. ഒരെണ്ണം ബെൻഡ് ചെയ്ത് എന്താക്കി? സ്ക്വയർ ആക്കി. ആൻഡ് അതർ ഇൻടു ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അടുത്തതിനെ ബെൻഡ് ചെയ്ത് എന്താക്കി? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കി. പിന്നെ എന്താ തന്നിട്ടുണ്ട്? 3 times the side of square and 2 times the side of equilateral triangle makes 71 centimeter. അതായത് ഇതിന്റെ സൈഡിന്റെ ലെങ്തിന്റെ 3 times പ്ലസ്
ട്രയാങ്കിളിന്റെ സൈഡിന്റെ 2 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 71 സെന്റിമീറ്റർ കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ പീസിന്റെയും ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ 71 സെന്റിമീറ്ററിൽ കിടക്കുന്നതുകൊണ്ട് ഇതിനെ 1 മീറ്ററിന് എന്താക്കി എഴുതിയേക്കുക? 100 സെന്റിമീറ്റർ. മീറ്റർ സെന്റിമീറ്റർ ആക്കി എഴുതിയേക്കുക. കാരണം ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ രണ്ടും ഒരേ യൂണിറ്റിൽ തന്നെ കിടക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ചോദിച്ചേക്കുന്നത് ഓരോ പീസിന്റെ ലെങ്ത്, ഈ പീസിന്റെ ലെങ്തും ഈ പീസിന്റെ ലെങ്തും ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദി സ്ക്വയർ നമ്മൾ എക്സ് ആയിട്ടും ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വൈ ആയിട്ടും എടുത്തേക്കുക. ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാ ഫോം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇതിന്റെ പെരിമീറ്റർ പ്ലസ് ഇതിന്റെ പെരിമീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 സെന്റിമീറ്റർ കിട്ടില്ലേ? കാരണം 100 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു വയർ കട്ട് ചെയ്തിട്ടാണ് ഇതും ഇതും ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോ ഇതിന്റെ പെരിമീറ്റർ പ്ലസ് ഇതിന്റെ പെരിമീറ്റർ ചെയ്ത് എത്ര കിട്ടും? 100 കിട്ടും അല്ലെ? അപ്പൊ അത് വെച്ചിട്ടാണ് പെരിമീറ്റർ ഓഫ് സ്ക്വയർ പ്ലസ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 100 കിട്ടും. പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്താ? എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, അതായത് 4x പ്ലസ് പെരിമീറ്റർ ഓഫ് ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാ? y പ്ലസ് വൈ പ്ലസ് വൈ, അതായത് 3y ഈക്വൽ ടു 100. അതായത് ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ നോക്കിയേ. 3 ടൈംസ് ദി സൈഡ് ഓഫ് സ്ക്വയർ, അതായത് 3 ടൈംസ് ദി സൈഡ് ഓഫ് സ്ക്വയർ പ്ലസ് 2 times the side of equilateral triangle. 2 times the side of equilateral triangle. 2y is equal to 71. അത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. എന്ത് ചെയ്യണം? ഈ 3 കൊണ്ട് ഇക്വേഷൻ നമ്പർ 1നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 4 കൊണ്ട് ഇക്വേഷൻ നമ്പർ 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ റീറൈറ്റ് ചെയ്യുക. 4 3s are 12x plus 3 3s are 9y is equal to 100 into 3, 300. 3 4s are 12x plus 4 2s are 8y is equal to 71 into 4, 284 എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 3, ഇത് ഇക്വേഷൻ നമ്പർ 4. ഇനി എന്ത് ചെയ്യാം? ഇതിനെ സോൾവ് ചെയ്യാം. ഇനി ഇവിടെ 9y മൈനസ് 8y എന്ന് പറയുന്നത് y. y ഈക്വൽ ടു 300 മൈനസ് 284 എന്ന് പറയുന്നത് 16. അപ്പോ y എന്ന് പറയുന്നത് എത്ര കിട്ടി? 16 എന്ന് കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1. എന്താ ഇക്വേഷൻ നമ്പർ 1? 4x പ്ലസ് 3y ഈക്വൽ ടു 100. വൈയുടെ വാല്യൂ 16. അപ്പോൾ 4x പ്ലസ് 3 into 16 is equal to 100. അതായത് 4x plus 48 is equal to 100. അതായത് 4x is equal to 100 minus 48 is equal to 52 എന്ന് കിട്ടി. അപ്പോൾ x is equal to 52 divided by 4, അതായത് 13 എന്ന് കിട്ടി. അപ്പോൾ എന്താ? ഈ സ്ക്വയറിന്റെ ലെങ്ത് ആണ് എന്തെന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ എന്ന് കിട്ടിയത്. അതുപോലെ തന്നെ എന്താ? ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ലെങ്ത് ആണ് 16 എന്ന് കിട്ടിയത്. നമുക്ക് ലെങ്ത് ഓഫ് ഫസ്റ്റ് പീസും ലെങ്ത് ഓഫ് സെക്കൻഡ് പീസും അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഓഫ് ഫസ്റ്റ് പീസ് എന്ന് പറയുന്നത് എന്താ? ഓക്കെ, ഈ ഫസ്റ്റ് പീസിനെ ബെൻഡ് ചെയ്തിട്ടാണ് ഈ സ്ക്വയർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പീസിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ലെങ്ത് തന്നെ ആയിരിക്കുമല്ലോ ഇതും അല്ലേ? ഈ ലെങ്ത് എന്താ? എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, അതായത് 4x. അതായത് 4 ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാ? 13 is equal to 52 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ലെങ്ത് ഓഫ് സെക്കൻഡ് പീസ് കണ്ടുപിടിക്കണം. സെക്കൻഡ് പീസ് എങ്ങനെയാ? ഓക്കെ, ഈ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ തന്നെയല്ലേ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് y പ്ലസ് വൈ പ്ലസ് വൈ, അതായത് 3y. ലെങ്ത് ഓഫ് സെക്കൻഡ് പീസ് is equal to 3y is equal to 3 into y യുടെ വാല്യൂ 16. എത്ര കിട്ടും? 16 into 3, 48 സെന്റിമീറ്റർ എന്ന് കിട്ടും. മനസ്സിലായോ ഓരോന്നും കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 4 years ago, Rahim's age was 3 times the age of Ramu. 4 വർഷം മുമ്പ് റഹീമിന്റെ ഏജ് രാമുവിന്റെ ഏജിന്റെ 3 ടൈംസ് ആണ്.
ആഫ്റ്റർ 2 years 2 വർഷം കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഉള്ളതില് 2 വർഷം കഴിഞ്ഞാല് എന്താ 2 times ആണെന്നാ പറഞ്ഞത്. അതായത് റഹീമിന്റെ ഏജ് രാമുവിന്റെ ഏജിന്റെ 2 times ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദെയർ ഏജസ് നൗ? രണ്ടുപേരുടെയും ഇപ്പോഴുള്ള പ്രസന്റ് ആയിട്ടുള്ള ഏജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മള് പ്രസന്റ് ഏജ് ഓഫ് റഹീമിനെ നമ്മൾ എക്സ് ആയിട്ടും പ്രസന്റ് ഏജ് ഓഫ് രാമുവിനെ നമ്മൾ വൈ ആയിട്ടും എടുക്കുന്നു. ഇനി നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യണമല്ലോ. ആദ്യം 4 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. 4 years ago റഹീമിന്റെ ഏജ് എന്തായിരിക്കും? ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 14 വയസ്സാണെങ്കിൽ 4 വർഷം മുമ്പ് എത്ര വയസ്സായിരുന്നു? 10 വയസ്സ്. അതായത് ഇപ്പോൾ ഉള്ളതിന് 4 കുറച്ചു. അപ്പൊ റഹീമിന് ഇപ്പം ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണെങ്കിൽ 4 വർഷം മുമ്പ് എത്ര റഹീമിന്റെ വയസ്സ്? x-4 റഹീംസ് ഏജ്. അതുപോലെ രാമൂസ് ഏജ് എന്തായിരിക്കും? ഇപ്പോഴത്തെ വയസ്സ് y ആണെങ്കിൽ 4 വർഷം മുമ്പ് y-4. അപ്പോ ഇതിന്ന് 4 വർഷം മുമ്പുള്ള കാര്യത്തിൽ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഫോം ചെയ്തെടുക്കാം. ഓക്കെ, 4 വർഷം മുമ്പ് റഹീമിന്റെ ഏജ് രാമുവിന്റെ ഏജിന്റെ 3 times ആണെന്ന് തന്നേക്കുന്നത്. ആ ഒരു സെന്റൻസ് നമ്മൾ ഇക്വേഷൻ ആക്കാൻ നോക്കുക. 4 years ago 4 വർഷം മുമ്പ് റഹീമിന്റെ ഏജ്, അതായത് x-4 എന്ന് പറയുന്നത് 3 times the age of രാമു. 3 times the age of രാമു എത്രയാ? y-4. അതിന് ആ ഒരു സെന്റൻസിന് ഇക്വേഷൻ ആക്കി ഇത് മനസ്സിലായോ? ഇനി അടുത്തത് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റണം. അതായത് x-4 ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3y - 3 4s are 12 എന്ന് കിട്ടി. ഇനി വേരിയബിൾസിനെ എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുപോവാ, നമ്പേഴ്സിനെ എല്ലാം അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോവാ. അപ്പോ x-3y, അത് പ്ലസ് y ഇപ്പുറത്ത് പോകുമ്പോൾ -3y ആവും. ഇനി -4 അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? +4 ആകും. ഇനി നമുക്ക് x-3y ഈസ് ഈക്വൽ ടു -8 എന്ന് കിട്ടി. അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ എടുത്തു. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ ഫോം ചെയ്ത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. അടുത്ത് പറഞ്ഞേക്കുന്നത് ആഫ്റ്റർ 2 years, ഈ 2 വർഷത്തിന് ശേഷമുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ 2 years 2 വർഷം കഴിയുമ്പോൾ റഹീമിന്റെ ഏജ് എന്തായിരിക്കും? റഹീംസ് ഏജ്, ഇപ്പൊ റഹീമിന് എത്ര വയസ്സാ? എക്സ് ആണ്. അപ്പൊ 2 വർഷം കഴിയുമ്പോ എന്തായിരിക്കും? x+2. രാമുവിന്റെ ഏജ് എന്താ? രാമൂസ് ഏജ് എന്ന് പറയുന്നത് y+2 അല്ലേ? ഇപ്പൊ എക്സ് ആണെങ്കിൽ 2 വർഷം കഴിഞ്ഞ് x+2. ഇപ്പൊ രാമുവിന് y ആണ് വയസ്സെങ്കിൽ 2 വർഷം കഴിഞ്ഞ് y+2. അപ്പോ ആഫ്റ്റർ 2 years ദിസ് വുഡ് ബിക്കം 2 times. അതായത് എന്താ? 2 വർഷം കഴിയുമ്പോൾ റഹീമിന്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിന്റെ ഏജിന്റെ ട്വൈസ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അതായത് ഇവിടെ 3 times ആ വന്നത്, പക്ഷെ 2 വർഷം കഴിയുമ്പോൾ അത് 2 times ആണെന്നാ പറഞ്ഞേക്കുന്നത്. അതായത് റഹീമിന്റെ ഏജ് രാമുവിന്റെ ഏജിന്റെ 2 times ആണ്. ഇനി ഇതും ഇതേപോലെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. x+2 ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2y + 2 2s are 4 എന്ന് കിട്ടി. ഇനി വേരിയബിൾസിനെല്ലാം ഒരു സൈഡിലും നമ്പറിനെല്ലാം ഒരു സൈഡിലും +2y അപ്പുറത്ത് വരുമ്പോൾ -2y ഈസ് ഈക്വൽ ടു 4 - 2 +2 അപ്പുറത്ത് പോകുമ്പോൾ -2. അപ്പോൾ x-2y ഈക്വൽ ടു 2. ഇത് നമുക്ക് അടുത്ത ഇക്വേഷൻ ആയിട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനെയും കൂടി നമുക്ക് സോൾവ് ചെയ്തെടുക്കണം. നമുക്ക് കിട്ടിയ 2 ഇക്വേഷനും ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ x-3y ഈസ് ഈക്വൽ ടു -8. സെക്കൻഡ് ഇക്വേഷൻ x-2y ഈസ് ഈക്വൽ ടു 2. ഇവിടെ എക്സും എക്സും ഉണ്ട്, സൈൻ ചേഞ്ച് ചെയ്യണം. ഇത് മൈനസ് ആകും, മൈനസ് എന്നുള്ളത് പ്ലസ് ആകും, ഇത് മൈനസ് ആകും. ഓക്കെ, ഇനി പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ആയിപ്പോകും. ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു മൈനസ് കിടക്കുന്നത് ശ്രദ്ധിക്കണം. വെറും 3y എന്ന് എഴുതി വെച്ചാൽ തെറ്റിപ്പോകും. ഇവിടെ -3y കിടക്കുന്നുണ്ട്. -3y പ്ലസ് 2y ഈക്വൽ ടു -8 - 2. -3y പ്ലസ് 2y എത്രയാ? -y. -y ഈക്വൽ ടു -10. അപ്പൊ y ഈക്വൽ ടു 10 എന്ന് കിട്ടി. അതായത് പ്രസന്റ് ഏജ് ഓഫ് രാമു നമുക്ക് എത്രയെന്ന് കിട്ടി? y എന്ന് കിട്ടി. ഇനി നമുക്ക് x കണ്ടുപിടിക്കണമല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x-3y ഈക്വൽ ടു -8. x - 3 × 10 ഈസ് ഈക്വൽ ടു -8.
എക്സ് മൈനസ് 30 ഈസ് ഈക്വൽ ടു -8. എക്സ് ഈസ് ഈക്വൽ ടു ഈ പ്ലസ് -30 അപ്പുറത്ത് പോകുമ്പോ +30 ആവും. -8 + 30. അപ്പോ എക്സിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു 22 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോ പ്രസന്റ് ഏജ് ഓഫ് റഹീം, പ്രസന്റ് ഏജ് ഓഫ് റഹീം നമ്മൾ ആദ്യം എന്തെടുത്തായിരുന്നു? അത് എക്സ് എന്ന് എടുത്തു. എത്രയാ? 22. ആൻഡ് പ്രസന്റ് ഏജ് ഓഫ് രാമു എത്രയാ? y എന്നാണ് നമ്മൾ ഏറ്റവും ആദ്യം എടുത്തത്. വൈയുടെ വാല്യൂ 10. അപ്പൊ നമുക്ക് രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ഏജ് കിട്ടി. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വീഡിയോ ഇട്ട് കാണുക. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഉടനെ തന്നെ അടുത്ത വീഡിയോസ് അപ്ലോഡ് ആവുന്നതായിരിക്കും. കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.